Now, you are a proud, self-confessing kafir, a disbeliever and a Zionist and a genocide apologist. You have that intelligence. I'm a proud Zionist. We are not threatening them with violence. We're not insulting them with words they don't claim already. He's a kafir, self-confessingly. I'm calling him a kafir because he's a kafir, right? He's an ex-Muslim, he's a Zionist, he's a BJP sympathizer. Surah 4, just listen to this. Listen to this. Surah 4, verse 23. I want you to hear this verse. We will continue this. No. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ ഞാൻ മനസ്സ് നിറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ചെയ്യുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇത് കാണുന്ന നിങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കാണുകയും വേണം. നുണകളിലൂടെ തീവ്ര ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ പടച്ചുവിടുന്ന ഒരു പച്ച നുണയനായ ഒരു വ്യക്തിയാണ് ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന യുക്തിവാദി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം അത്തരത്തിൽപ്പെട്ട ഒരു നുണ അന്ന് ഇവിടെ ഇന്ത്യയിൽ നിന്നല്ല, ഇന്നങ്ങ് ലണ്ടനിൽ പോയിട്ട് അതും PK's കോർണറിൽ വെച്ചിട്ട് അങ്ങോട്ട് നടത്തുകയാണ്. അവിടെ പോയിട്ട് പറയുകയാണ്, ഖുർആനിൽ സ്വന്തം മകളുടെ കൂടെ കിടപ്പറ പങ്കിടാമെന്ന് പറയുന്ന ഒരു ആയത്തുണ്ട് എന്ന് ആക്ഷേപഹാസ്യനെ അങ്ങോട്ട് പടച്ചു വിടുകയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് അദ്ദേഹം നുണകളും ആക്ഷേപങ്ങളും വിദ്വേഷങ്ങളും എല്ലാം ഇങ്ങനെ പടച്ചു വിടുന്നത് പോലെ ഒരു പച്ച നുണ അങ്ങോട്ട് അടിച്ചിറക്കുകയാണ്. പക്ഷേ അവിടെ പോയി പെട്ടത് എന്ന് പറയുന്നത് അദ്നാൻ റാഷിദ് എന്നും അതുപോലെ തന്നെ ഹാഷിം എന്ന് പറയുന്ന ഇസ്ലാമിനെക്കുറിച്ച് അതിതീവ്ര വിവരമുള്ള പാണ്ഡിത്യമുള്ള മനുഷ്യന്മാരുടെ മുന്നിലായി പോയി പെട്ടത് എന്നുള്ളത് വളരെ സങ്കടം നിറഞ്ഞ ഒരു കാര്യമായിട്ട് ഇന്ന് ഏതായാലും ഹാരിഫ് ഹുസൈൻ ആലോചിക്കുന്നുണ്ടാവും. ഈ രണ്ട് യൂറോപ്യന്മാരും അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെ ഒരു ആയത്ത് ഖുർആനിൽ ഉണ്ട് എങ്കിൽ ദയവ് ചെയ്തിട്ട് താങ്കൾ അത് കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം 2 മിനിറ്റ് കൊടുക്കുന്നു. അങ്ങനെ ശേഷം 15 മിനിറ്റോളം സമയം ഈ ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന തീവ്ര യുക്തിവാദിയായ മനുഷ്യൻ ഈ ജവാൽ എടുത്തിട്ട് അല്ലെങ്കിൽ മൊബൈൽ എടുത്തതിന് ശേഷം ഇങ്ങനെ തിരയുകയാണ്. എല്ലാ സൈറ്റുകളിലും കയറിയിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ടും ഹാരിഫ് ഹുസൈന് അതിൻ്റെ മറുപടി കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അദ്നാനോട് പറയുകയാണ്, എൻ്റെ മൊബൈലിൽ നെറ്റ് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് ഉത്തരം ഇപ്പോൾ തരാൻ വേണ്ടി കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്നാനും ഹാഷിമും കൂടിയിട്ട് അവരുടെ മൊബൈൽ എടുത്തു കൊടുത്തു. ഇതിൽ നെറ്റുണ്ട്, നിങ്ങൾ തിരഞ്ഞോളൂ. ഉത്തരം തന്നതിന് ശേഷം മാത്രം ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അവിടെ എങ്ങനെ തടഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞത്, ഞാൻ ദയവ് ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോയിക്കോട്ടെ, നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞു വിടണം, നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് ഞാൻ മറുപടി പറഞ്ഞോളാം, അല്ലെങ്കിൽ മറുപടി ഞാൻ ഓൺലൈനിൽ ഇട്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് വളരെ ഇലിമ്പ്യനായിട്ട് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് കൂവൽ വാങ്ങിക്കൊണ്ട് ഇലിമ്പ്യനായിട്ട് തിരിച്ചു പോകുന്ന ഹാരിഫ് ഹുസൈൻ എന്ന് പറയുന്ന വൃത്തികെട്ട ഒരു വർഗീയവാദിയെ മുഖം നമ്മൾ ഇന്ന് കണ്ടു. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇവനിത് കിട്ടുമെന്ന് ഞാൻ ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിക്കുകയാണ്. അത് കാണുന്ന ഒരു നേർക്കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഹാരിഫ് ഹുസൈൻ്റെ ഈ നുണക്കട കൈയോട് പൊക്കിയതോടുകൂടി ലിംബ്യനായിട്ട് അവിടെ വിട്ടു പോകേണ്ട ഒരു അവസ്ഥ അദ്ദേഹത്തിന് ജാള്യതയോടുകൂടി ആൾക്കാരുടെ മുന്നിൽ നിന്ന് പോകേണ്ട ഒരവസ്ഥ അവിടെ നിന്നുണ്ടായി. പക്ഷേ അതിനുശേഷം ഈ അദ്നാനും അതുപോലെ തന്നെ റാഷിദും അതുപോലെ തന്നെ ഹാഷിമും കൂടിയിട്ട് ഇന്ത്യക്കാരോട് പറഞ്ഞു, ഇത്തരം വൃത്തികെട്ട ഈ നുണയനെ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളി. ആദ്യമായിട്ടായിരിക്കും ഇവൻ ഇത്രയ്ക്കും വിവരമുള്ളവരുടെ മുന്നിൽ പോയി പെടുന്നത് എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹം അവിടെ വെച്ച് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ BJPയിൽ നിന്നും അതുപോലെ തന്നെ RSSൽ നിന്നും സയൻറ്റിസ്റ്റുകളുടെ കയ്യിൽ നിന്നും എല്ലാം പണം വാങ്ങിയിട്ട് വന്ന ഒരു ചാരനാണ് ഇവനെ ഇവിടെ നിന്ന് ഞങ്ങൾ ആട്ടി ഓടിച്ചതുപോലെ നിങ്ങളും ആട്ടി ഓടിക്കുക എന്ന് പറയുന്ന ഒരു വാചകം അദ്ദേഹം നമ്മോട് പറയുകയുണ്ടായി. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇത്തരം വൃത്തികേടുകൾ ഇന്ന് 1 അല്ല 2 അല്ല 3 അല്ല ഒരുപാട് പ്രാവശ്യം അദ്ദേഹം പല ചാനലിൻ്റെ മുന്നിൽ നിന്നിട്ടും വിളിച്ചു പറയുന്ന നമ്മൾ കണ്ടു. പക്ഷേ അതൊന്നും മറുപടി പറയാൻ പറ്റാത്ത സ്ഥലങ്ങളിലായിരുന്നു, അത്തരത്തിൽപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ വെച്ചായിരിക്കും അദ്ദേഹം പറയുന്നത്. പക്ഷേ അദ്ദേഹം ഒരിക്കലും വിചാരിച്ചില്ല ഇസ്ലാമിനെക്കുറിച്ച് ഇത്രമാത്രം അഗാധമായ പാണ്ഡിത്യമുള്ള ഈ റാഷിദിൻ്റെയും ഹാഷിമിൻ്റെയും മുന്നിലൊന്നും എന്ന് പെടുമെന്ന് അദ്ദേഹം കരുതിയില്ല. അങ്ങനെയാണ് അവിടെ വന്ന് പെട്ടത്. പറഞ്ഞതാവട്ടെ വലിയ ഒരു മണ്ടത്തരവുമായി പോയി. അങ്ങനെ ഇലിമ്പ്യനായിട്ട് ആൾക്കാർ അവിടെ നിന്ന് കൂക്കി വിടുന്ന ഒരവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ആ വീഡിയോ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം. ഈ ലോകത്തുള്ള മലയാളികൾ മാത്രമല്ല, നമ്മുടെ മുസ്ലിം സമൂഹം മൊത്തം അതുപോലെ തന്നെ ഇതര മതസ്ഥരും തീർച്ചയായിട്ടും ഇത് കാണണം. കാരണം ഇദ്ദേഹത്തിൻ്റെ കാപട്യം എന്താണ് എന്ന് തീർച്ചയായിട്ടും ഇന്നെങ്കിലും ഈ മലയാളികളൊന്ന് മനസ്സിലാക്കിയാൽ മതി എന്നുള്ള ഒരു ഇളയ അഭ്യർത്ഥന മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ആ വൃത്തികെട്ടവൻ്റെ യുക്തിവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഇവൻ്റെ മുഖം ഇന്ന് പൊളിഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ വീഡിയോ ആണ്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. 2 minutes. I'm not going to interrupt you. Guys, he's answering. Can you stop him? He's answering.
to that point, I asked you a second question. That is, if that is the case, what lets you marry 1 your minute, 30 child seconds. in Islam? And you just made a statement that is false in Islam. That's what you said. So why? We have the verses in Quran itself which says, and even in Say other, what? in other fiqh, 1 minute, 20 that seconds. you can marry your own child if that girl is born out of wedlock. Why you can do that in Islam? Say, Brilliant. answer. Brilliant. No problem, no problem. That's his time. He Now asked my the 2 question with minutes. a question. My 2 minutes without interruption. First of all, he did not give an answer why sleeping with one's mother is wrong. He keeps saying science says that. Science doesn't say anything about sleeping with one's mother. Science has nothing to say with sleeping with one's mother. Science simply says if you sleep with a human being, another human being, this will happen. That will happen. So why It are wait. you It doesn't. I didn't interrupt you. It doesn't say why it's wrong or why it's right. It doesn't say that. So science is not his defense. He has no answer. The conclusion is he has no answer. Second point he raised: your Quran says you can sleep with your child. If the your Quran, wait. You when you marry, you sleep. Do you have a wife? No, the Do you have a word wife? Islam is marriage. Do you have a wife? Do you word sleep with Islam, the her? word Do you sleep with Quran is her? marriage. Okay, clearly you sleep with your wife, right? If you're married. So he claimed the Quran says you can marry your child, right? I want him to now. If you are fair, everyone listening, I want him to pull out the ayah from the Quran, the verse where it says you can marry your child. If he does not pull that out, then know that this guy is not only a lame Zionist, a lame BJP apologist, he's a liar also, like the BJP propagandists and all the Zionist scumbags. He's a liar. He's a liar who's lying upon our faith because they can do nothing but lie. And today is his exposure day. All the Muslims of India, spread this. This is janazah for this guy who claims things online, and when he's faced with challenges, he has nothing. He's going to pull out the ayah from the Quran now and time up. This time, 2 minutes. No, just Let's see what When you make a claim, you should have the verse on your fingertips. You should know the verse. he has to look at his notes. Once he forgets. Start his time. Started already, yeah? 1 minute, no. It's not. left. Let me take the words, then you can start the time. Now I knew I didn't want to debate. He doesn't. Like, This is why these people don't want to debate. They know when faced with Muslims who study their faith, 1 minute, 10 they have seconds left. nothing but embarrassment. He doesn't even know science. He doesn't know philosophy. He doesn't know why he's ex-Muslim. He doesn't even know anything about Islam because he claimed the Quran says you can marry your child. I want that verse. The Quran saying you can marry your child. I want that verse now. 30 seconds left. Or apologize to all the Indian Muslims. All the Indian Muslims in India, you have been demonizing and dehumanizing. Apologize to them. Say, I'm sorry. Oh Muslims, I'm a fool, I'm an idiot, I'm a Zionist, that's why I'm an idiot. I'm sorry. Okay, your time is up. Yeah. Adnan, your time now. You got it, yeah. It's my time. It's your time now. It's Your my is up. time. You have to. Now my time. Clearly, ladies and Like a Muslim, memorize it. ladies and gentlemen, there is no verse in the Quran that says you can marry your child. GPT now. So, no, guys, are you here to help me or are you here to cause problems? I hope he's not paying you. Okay, don't help him. Let him find it. But If you, it's your time, Adnan. if you make noise, you're helping him. Adnan, it's your time. Yeah. So ask him So, another question. ladies and gentlemen, he does not have this verse because this verse does not exist. We know the Quran. It's not there. These are liars. When they say they're ex-Muslim, they want money from the BJP government, they want money from the Zionists, and they want visits, tours to Israel so that they can be given platform to talk to ignorant fools, right? Now we are talking. Show me the verse or you will apologize like a gentleman if you want. You're a kafir, and not every kafir is fully evil, okay? There are kuffar who have principles. I hope you are one of those kuffar who has principles. Now my question is, if a person you cannot prove can sleep with his mother, then why would we follow what you are following? Why would we follow when you have no moral values to offer? When you have nothing to offer in return? You're saying you're ex-Muslim, I'm a kafir, I'm a proud Zionist, I'm a proud BJP, you're proud everything.
But you അപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അരമണിക്കൂർ കൊടുത്തിട്ട് പോലും ആ ഒരു വാചകം, ആ ഒരു ആയത്ത് ഖുർആനിൽ നിന്ന് കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ട് തിരയുന്നതെല്ലാം നിങ്ങൾ കണ്ടതാണ്. ഹാർപ്പിക് ഹുസൈൻ്റെ മുഖം പാവം, വളരെ സങ്കടം തോന്നി. കാരണം ഇത്രയും വിളിമ്പ്യനായിട്ട് അപഹാസ്യനായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിന്ന്, അത് ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം പൊതിഞ്ഞ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഉത്തരമില്ലാതെ വാലും പൊക്കി ഓടുന്ന ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഹാർപ്പിക് ഹുസൈനെയാണ് നമ്മൾ ഈ കണ്ടത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.